എറണാകുളം HMTക്ക് സമീപം അജ്ഞാത മൃതദേഹം കണ്ടെത്തി. കുവൈത്തിൽ നിന്ന് നാട് കടത്തിയ കൊൽക്കത്ത സ്വദേശി സൂരജ് ലാമയുടേതാണോ മൃതദേഹമെന്നാണ് സംശയം. സൂരജ് ലാമയുടെ മകൻ ഉടൻ കൊച്ചിയിലെത്തും. സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന്റെ അടക്കം റിക്വസ്റ്റ് കൊടുത്തിട്ട് ഫയറും കൂടി ചേർന്ന് രാവിലെ ചെക്ക് ചെയ്താണ് നമുക്കൊരു സംശയം തോന്നി. എല്ലാ പ്രദേശവും ലാസ്റ്റ് ഇവിടെയാണ് മിസ്സിംഗ് ആയിരുന്നത്. ഇവിടുന്ന് ഒരു ഇതാണ് നമുക്ക് ആദ്യം തോന്നിയിരുന്നത്. എല്ലാ സ്ഥലങ്ങളിലും നോക്കിയിട്ടുണ്ട്, കേരളത്തിലുള്ള എല്ലാ സ്ഥലങ്ങളിലും സെർച്ച് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ശബരിമലയിൽ വരെ ലാസ്റ്റ്, അതുപോലെ തന്നെ ഗുരുവായൂർ ക്ഷേത്രങ്ങൾ, അശരനെ താമസിക്കുന്ന സ്ഥലങ്ങൾ, എല്ലാ സ്ഥലങ്ങളിലും പോലീസിന് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പോലീസിന് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അത് ബാക്കി കൂടുതൽ കാര്യങ്ങൾ കളമശ്ശേരി പോലീസ് കേസെടുത്ത് അന്വേഷിക്കുമെന്നാണ് എനിക്ക് മേളിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ. വരും വൈകിട്ടും മകൻ വരും, റിലേറ്റീവ്സ് വരെ എല്ലാവരും വരും. അത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടപടിക്രമങ്ങൾ തുടർച്ച് നടക്കും. കളമശ്ശേരി പോലീസ് കേസെടുത്ത് നടക്കും. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് റാഫി കരീമാണ് ചേരുന്നത്. റാഫി, കഴിഞ്ഞ മാസം അദ്ദേഹത്തിന്റെ മകൻ സാന്റോൺ ലാമ എന്ന സണ്ണി കൊച്ചിയിലെത്തിയിരുന്നു. അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ ഭാര്യ റീന ലാമ ഇവിടെ എത്തിയിരുന്നു. അങ്ങനെ കുടുംബം 1.5 മാസത്തിലേറെയായി നടത്തുന്ന ഒരു അന്വേഷണമാണ്. ഇപ്പോൾ ഈ അജ്ഞാത മൃതദേഹം അത് സൂരജ് ലാമയുടെ തന്നെയാണോ എന്നറിയാനുള്ള കൂടുതൽ പരിശോധനകളുണ്ട്. ഈ കുടുംബാംഗങ്ങൾ, മകനടക്കമുള്ള കുടുംബാംഗങ്ങൾ എപ്പോൾ എത്തും? സൂരജ് ലാമയുടേത് തന്നെയാണ് എന്നുള്ള ഒരു സംശയമാണ് നിലവിൽ അന്വേഷണ സംഘത്തിനുള്ളത്. ഈ വസ്ത്രങ്ങൾ വച്ച് അത് അന്വേഷണ സംഘം ഒരു പരിധിവരെ കൺഫേം ചെയ്യുന്നുണ്ട്. കാരണം ഈ സൂരജ് ലാമയുടെ ഏറ്റവും ഒടുവിൽ ലഭിച്ച CCTV ദൃശ്യങ്ങളിലുള്ള വസ്ത്രങ്ങൾ, ആ വസ്ത്രങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഈ മൃതദേഹാവശിഷ്ടത്തിലും കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേ നിറത്തിലുള്ള ടീഷർട്ടും ഒപ്പം തന്നെ അതേ നിറത്തിലുള്ള ഒരു ട്രൗസറുമാണ് ഈ മൃതദേഹത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സൂരജ് ലാമയുടെ തന്നെയാകാം ഈ മൃതദേഹം എന്നുള്ള സംശയമാണ് ഈ അന്വേഷണ സംഘത്തിനുള്ളത്. ഈ സൂരജ് ലാമ ഈ ഭാഗത്തുണ്ട് എന്നുള്ള ഒരു സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരുന്നു ഈ ഭാഗത്ത് പരിശോധന നടത്തിയത്. സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിലെ 29 അംഗ സംഘമായിരുന്നു ഇന്ന് രാവിലെ മുതൽ ഈ പ്രദേശത്ത് ഒരു പരിശോധന ആരംഭിച്ചത്. അതിൽ ഫയർഫോഴ്സിന്റെ പ്രത്യേക പരിശീലനം ലഭിച്ച അംഗങ്ങളും ഉണ്ടായിരുന്നു. 2 പേരായി തിരിഞ്ഞുകൊണ്ടുള്ള പരിശോധനയായിരുന്നു HMT ഭാഗത്തുള്ള ഈ കാടുകളിൽ നടത്തിയത്. അതിൽ ഫയർഫോഴ്സ് അംഗമാണ് ഈ ചതുപ്പിൽ പതിഞ്ഞ നിലയിൽ, വെള്ളത്തിൽ കമിഴ്ന്നു കിടക്കുന്ന നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. പിന്നീട് ഈ വസ്ത്രങ്ങൾ അവർ പരിശോധിച്ചതിൽ നിന്നാണ് ഇത്തരത്തിലൊരു സംശയത്തിലേക്കും എത്തിയത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ശാസ്ത്രീയ പരിശോധന നടത്തണം. ഇത് ആരുടേതാണ് എന്ന് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി ശാസ്ത്രീയ പരിശോധനകൾ നടത്താനാണ് പോലീസിന്റെ തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കളമശ്ശേരി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് ഇനിയുള്ള അന്വേഷണവും മറ്റു കാര്യങ്ങളും കളമശ്ശേരി പോലീസാണ് ചെയ്യേണ്ടത്. ഇതിനുവേണ്ടി സൂരജ് ലാമയുടെ മകൻ സാന്റോൺ ലാമ കൊച്ചിയിലേക്ക് എത്തും എന്നുള്ളതാണ് നിലവിൽ പോലീസ് നൽകുന്ന വിവരങ്ങൾ. ഇതിനുശേഷമായിരിക്കും ശാസ്ത്രീയ പരിശോധനകൾ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക. നിലവിൽ ഈ മൃതദേഹത്തിന് ഇൻക്വസ്റ്റ് നടപടികളാണ് നടക്കുന്നത്. ഇവിടെ വെച്ച് ഈ മൃതദേഹം ലഭിച്ച സ്ഥലത്ത് വെച്ച് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികളും നടക്കും. അത് അല്പസമയത്തിനകം ആരംഭിക്കും എന്നുള്ളതാണ് നിലവിൽ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കോടതി ഇടപെട്ടതിന് ശേഷമാണ് ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച്, സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ച് കേരളത്തിന്റെ എല്ലായിടത്തും പരിശോധന നടത്തിയത്. സൂരജ് ലാമയ്ക്ക് വേണ്ടി കഴിഞ്ഞ 45 ദിവസമായി വലിയ പരിശോധനകൾ നടന്നിരുന്നു. സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് നിരവധി CCTV ദൃശ്യങ്ങളും ഒപ്പം തന്നെ കേരളത്തിൽ പല ജില്ലകളിലായി പരിശോധന നടത്തിയിരുന്നു. ഒപ്പം തന്നെ ഈ സൂരജ് ലാമയുടെ മകൻ സാന്റോൺ ലാമയും ഈ പിതാവിന് വേണ്ടിയുള്ള പരിശോധനകൾ നടത്തിയിരുന്നു. എന്നാൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പല സ്ഥലത്തും ഇത്തരത്തിൽ നിന്നുള്ള വിവരങ്ങൾ ലഭിച്ചിരുന്നു. പക്ഷേ ഈ ആളെ കണ്ടെത്താൻ പോലീസിനും ഒപ്പം തന്നെ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിനും കഴിയാത്തൊരു സാഹചര്യമായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും കുവൈത്തിൽ നിന്ന് വിസ കാലാവധി പൂർണ്ണമായതിനെ തുടർന്ന് ഒക്ടോബർ 4-ാണ് അദ്ദേഹത്തെ ബംഗളൂരുവിലേക്ക് കയറ്റിവിടേണ്ടതിന് പകരം കൊച്ചിയിലേക്ക് കയറ്റിവിട്ടത്. അദ്ദേഹത്തിന് ഓർമ്മയില്ലാത്ത അവസ്ഥയിലായിരുന്നു. അതിനുശേഷം കുടുംബാംഗങ്ങൾ അദ്ദേഹത്തിനായുള്ള അന്വേഷണത്തിലായിരുന്നു. റാഫി കരീമാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.